അരുൺരാജ് തുടരുന്നു. അരുൺരാജ്, ഉല്ലാസും അവിടുത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിഗുരുതരമായ പൊറുക്കാനാവാത്ത അനാസ്ഥ അവിടെ ഉണ്ടായി. അരുൺ. തീർച്ചയായും ഹാഷ്മി, ഇപ്പോൾ നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ കെട്ടിടത്തിന് തൊട്ട് മുകളിൽ, അതായത് ഈ സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന ഒരു ഷീറ്റിട്ട കെട്ടിടമുണ്ട്. ആ ഭാഗത്താണ് ഈ ചെരുപ്പ് വീണത്. അവിടേക്കാണ് ഈ മിഥുൻ ചെരുപ്പെടുക്കാൻ വേണ്ടി കയറിയത്. അവിടെ ഈ മേളിലെ ആ ഷീറ്റിട്ട ആ ഭാഗത്തോട് ചേർന്ന് വളരെ സമീപത്തോടു കൂടിയാണ് വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത്. അവിടെ വെച്ചാണ് മിഥുന് ഷോക്ക് ഏൽക്കുകയും ഈ താഴേക്ക് വീഴുകയും ചെയ്യുന്നത്. ഉടൻ തന്നെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഒരു സ്കൂളിൽ ഇത്ര താഴ്ചയിൽ, അത് ആ കെട്ടിടത്തോട് ചേർന്ന് മുട്ടിയുരുമി? ഒരുപക്ഷെ സ്കൂളിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾ കളിക്കുന്നതിനിടയിൽ, ഒരു കമ്പ് കൊണ്ട് കളിക്കുന്നതിനിടയിൽ പോലും അബദ്ധത്തിൽ, ഉയരമുള്ള കമ്പാണെങ്കിൽ ആ വൈദ്യുതി ലൈനിൽ തട്ടും. അത്ര താഴത്തിലാണ് ആ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു നടപടി നേരത്തെ ഉണ്ടാകാഞ്ഞത്? KSEB എന്തുകൊണ്ട് ഇത്തരം അനാസ്ഥ കാണിച്ചു എന്ന ചോദ്യം ബാക്കിയാകുന്നു. അതിന്റെ ദൃശ്യങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഹാഷ്മി. അത് വലിയ അനാസ്ഥ KSEBയുടെ ഭാഗത്തു നിന്ന്, സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന്. ആ സ്കൂളിൽ തുടർച്ചയായി പരിശോധനയ്ക്ക് എത്തിയ AEOയും DOയുടെയും ഓഫീസിൽ നടക്കുന്ന സംഘം എന്തുകൊണ്ട് ഇത് കാണാതെ പോയി? എന്റെ നോക്കി ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. ഇത്രയും താഴ്ന്നു കിടക്കുകയാണ് ഒരു KSEB ലൈന്. അതങ്ങനെ എന്താണ് ഈ നമ്മൾ ഊഞ്ഞാലൊക്കെ കിടക്കുന്നത് പോലെ ഈ പറഞ്ഞ അതിൻ്റെ തകര ഷീറ്റിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഞാന്ന് കിടക്കുകയാണ്. ഏതെങ്കിലും കമ്പോ വല്ലതും പൊക്കിയാൽ പോലും അതിൽ നിന്ന് ഷോക്ക് ഏൽക്കുന്ന തരത്തിൽ അത്രയും ഭൂമി നിരപ്പിൽ നിന്നും ആ ഇലക്ട്രിക് ലൈൻ കിടക്കുന്ന കിടപ്പ് നോക്കണം. അത്രയും താഴ്ന്ന് അതങ്ങനെ കിടക്കുകയാണ്. ഊഞ്ഞാല് പോലെ അങ്ങനെ കിടക്കുകയാണ്. ഈ ആ സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്നുള്ള ഒരു തകര ഷീറ്റിട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെരുപ്പ് വളരെ ഈസിയായി പോയി. ഇപ്പുറത്ത് മൈതാനമാണ്. അവിടുന്ന് കളിച്ചപ്പോഴേക്കും ആ ചെരുപ്പ് അതിൻ്റെ മുകളിലേക്ക് പോയി. പാവം കുട്ടി അതെടുക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കയറി. അതിൻ്റെ മുകളിൽ കയറിയ ഈ ഇലക്ട്രിക്കിൽ തട്ടുമെന്ന കാര്യത്തിൽ ഒരു തർക്കം അക്കാര്യത്തിൽ. അത്രയും താഴ്ന്നു കിടക്കുകയാണ്. ഇതെന്തൊരു കഷ്ടമാണ് എന്ന് വേണം പറയാൻ. കാര്യം ഇതാരും കാണുന്നില്ല. നാട്ടുകാർ കാണുന്നില്ല, അവിടെ സ്കൂളുകാർ കാണുന്നില്ല, അധ്യാപകരൊന്നും കാണുന്നില്ല. ഇത് കുട്ടികളുടെ ജീവൻ വെച്ചുള്ള കളിയാണ്. അധ്യാപകർ പിന്നെ എന്തിനാണ് അവിടെ ശമ്പളം മേടിക്കുന്നത്? ആർക്കറിയാം? അരുൺ, നോക്കൂ, ഇത് ഭീകരമാണ്. ഈ ദൃശ്യങ്ങൾ ഭീകരമാണ്. ഇത് ഇക്കാലം അത്രയും ഈ അവസ്ഥയിൽ നിന്നുവെങ്കിൽ അത് കണ്ടുകൊണ്ട് നടന്ന നാട്ടുകാരും അവിടുത്തെ ജനപ്രതിനിധികളും അവിടുത്തെ അധ്യാപകരും അവിടുത്തെ KSEBക്കാരൊക്കെ കൊടും കുറ്റക്കാരാണ്. അരുൺ. സ്ഥലം MLA കോവൂർ കുഞ്ഞുമോന്റെ ഓഫീസിന് 100 മീറ്റർ അകലെ മാത്രമാണ് ഈ സ്കൂളുള്ളത്. കോവൂർ കുഞ്ഞുമോൻ ദിനംപ്രതി ആ സ്കൂളിന് മുമ്പിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അദ്ദേഹം പോലും ഇത് കണ്ടില്ല എന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട്. മറ്റൊന്ന്, CPMന്റെ നിയന്ത്രണത്തിലുള്ള CPM ഭരിക്കുന്ന മാനേജ്മെന്റാണ് അവിടെ ഈ സ്കൂളിൽ ഉള്ളത്. എന്തുകൊണ്ടാണ് ഈ തുടർച്ചയായി പരാതി ഉണ്ടായിട്ട് പോലും, അല്ലെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പൽ അടക്കം പരാതി നൽകിയിട്ട് പോലും എന്തുകൊണ്ട് KSEB ഇത് മാറ്റിയില്ല എന്ന ചോദ്യം ബാക്കിയാകുന്നു. എന്തുകൊണ്ട് ആ ഇടപെടൽ ഉണ്ടായില്ല എന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട്. ഇത് നോക്കി, ഇത് കറണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ഇത് കറണ്ടല്ലേ? ഇതിനെന്താര് ന്യായീകരണമാണ് പറയാൻ കഴിയും? നമുക്ക് അത്രയും താന്ന് കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ തറനിരപ്പിൽ നിന്ന് ബിൽഡിങ്ങിന്റെ ഉയരം തന്നെ വലിയ ഉയരമില്ല. അതിനോട് തൊട്ടിയുരുമി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരല്പം കൂടി താന്നാൽ ഈ പറയുന്ന ഷെഡിലോട്ട് വന്നാൽ അതിന്റെ കമ്പിയൊക്കെ ഇരുമ്പ് കമ്പിയാ. എത്ര കുട്ടികളുടെ ജീവൻ എടുക്കാൻ പോകുന്ന പരിപാടിയാണ് കാണിച്ചു വെച്ചേക്കുന്നത്. തീർച്ചയായും ഹാഷ്മി, ഒരു ന്യായീകരണവുമില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വാദങ്ങളും നിലനിൽക്കുന്നതല്ല. സ്കൂൾ മാനേജ്മെന്റ് ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ട്. അതുപോലെ തന്നെ KSEBയുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്. ഇതിൽ ഇനി ആരെ പഴിക്കും, ആരെ കുറ്റപ്പെടുത്തുമെന്ന് മാത്രമേ നമുക്കിനി കാണേണ്ടതുള്ളൂ. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, ആ കുടുംബത്തിന് തങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനാര് മറുപടി പറയും എന്നുള്ളതാണ് ബാക്കിയാവുന്ന ചോദ്യം. എന്തായാലും എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ KSEB വൈകിയത്? എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ ശക്തമായൊരു നടപടി സ്വീകരിക്കാഞ്ഞത് എന്ന കാര്യത്തിലടക്കം മറുപടി പറയേണ്ടി വരും. സ്വാഭാവികമായും തന്നെ കൂടുതൽ കുട്ടികൾക്ക് അപകടം ഉണ്ടാകാഞ്ഞത് എന്തോ മഹാഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഹാഷ്മി. കാരണം സ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്നാണ് ഈ ലൈൻ താഴ്ന്നു കിടക്കുന്നത്. സ്വാഭാവികമായും കുട്ടികൾ അന്ധമാരെ കുറ്റപ്പെടുത്തുന്നതല്ല. അത് ഇവരത് കാണുന്നില്ലേ? ഈ കാഴ്ച ആർക്കും കാണാവുന്ന രീതിയിൽ നക്ഷത്രം പോലെ നിൽക്കുകയല്ലേ? അപകടകരമായ രീതിയിൽ 3 വള്ളികൾ അങ്ങനെ ഈ പറയുന്ന ഹൈടെൻഷൻ വൈദ്യുതിയിൽ കുട്ടികൾ പഠിക്കുന്ന, അത്രയും കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നിൽക്കുന്ന ഇവരൊന്നും കാണുന്നില്ലേ? ഇവരൊരു സമരം നടത്തുന്നില്ലേ? ഇവർ അപേക്ഷ കൊടുത്ത് മിണ്ടാതിരിക്കുകയാണോ ചെയ്യുന്നത്? KSEBക്കാർ കാണുന്നില്ലേ? നാട്ടുകാർ കാണുന്നില്ലേ? ഇതെന്തൊരു കഷ്ടമാണ് അരുൺ.
കണ്ടാലും കണ്ടില്ലെന്നടിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന് ചുറ്റുമാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ MLA ഓഫീസിന് തൊട്ടടുത്ത്, MLA താമസിക്കുന്നതിന് തൊട്ടടുത്ത്, MLA നിരമ്പ്രതി കാണുന്ന ഒരു സ്ഥലം, അതുപോലെ തന്നെ സ്കൂളിലെ അധ്യാപകർ, ആ അധ്യാപകരെല്ലാം എന്തുകൊണ്ട് തങ്ങളുടെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ട് എന്ന ചിന്തയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അധ്യാപകർ ഇക്കാര്യത്തിൽ ഇടപെടുമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. ഹാഷ്മി, ഈ ദൃശ്യങ്ങൾ അത് വലിയ അനാസ്ഥയെ തന്നെ വിരൽ ചൂണ്ടുന്നതാണ്. ഇതിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെ പങ്കുണ്ട്. അത് KSEBയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, സ്കൂൾ മാനേജ്മെന്റിന് ഇതിനകത്ത് കൃത്യമായി പങ്കുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് പങ്കുള്ള ഒരു കാര്യമാണ്. ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് നടപടിയെടുക്കാൻ വൈകി എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇനി മറുപടി പറയേണ്ടി വന്നെങ്കിലും ഒരു കുട്ടിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, ആ കുടുംബത്തിന് പോയി എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയൂ. ഇനി വിദ്യാഭ്യാസ വകുപ്പും KSEBയും ഇനി ഇക്കാര്യത്തിൽ എന്ത് മറുപടി അല്ലെങ്കിൽ എന്ത് വിശദീകരണമാണ് നൽകാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയാത്തത്. സ്വാഭാവികമായി ഇത്തരത്തിൽ ഊഞ്ഞാല് പോലെ ഒരു വൈദ്യുതി ലൈൻ ഒരിടത്തും പോകാറില്ല. ഇത് ഒന്നുകിൽ പോസ്റ്റിന്റെ പ്രശ്നം, അങ്ങനെ എന്തോ ഒരു പ്രശ്നമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വളഞ്ഞു കുത്തി ഊഞ്ഞാല് പോലെ നടക്കുമോ എവിടെയെങ്കിലും ഇലക്ട്രിക് ലൈൻ, അതും താന്ന് ഏതാണ്ട് ഭൂമിയോട് മുട്ടിയില്ലാന്ന് വരുത്തിൽ നിൽക്കുമോ? അപ്പോൾ ഉറപ്പായും ഇത് പറഞ്ഞിട്ടുണ്ടാവണം, എല്ലാവർക്കും അറിവുള്ള കാര്യവുമാകണം. എന്നിട്ടും ആരും ഒന്നും ചെയ്യേണ്ടി വന്നില്ല. പാവം മിഥുൻ അതിന്റെ രക്തസാക്ഷിയുമായി. അരുൺ, തീർച്ചയായും 13 വയസ്സ് മാത്രമുള്ളൊരു പയ്യൻ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിഥുൻ, അവൻ്റെ ചെരുപ്പ്, അത് ഒരു സ്വാഭാവികമായും നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ചെരുപ്പോ ബുക്കോ എവിടെയെങ്കിലും പോയാൽ അത് തിരിച്ചെടുക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ച് അവനും അതിനുവേണ്ടിയാണ് ശ്രമിച്ചത്. ആ ചെരുപ്പ് എടുക്കുന്നതിനിടയിൽ തൻ്റെ മുകളിലൂടെ അല്ലെങ്കിൽ താൻ കയറിയ കെട്ടിടത്തിന് മുകളിലൂടെ ഇത്ര അപകടകരമായ രീതിയിലാണ് ഈ വൈദ്യുത ലൈൻ പോകുന്നതെന്ന് ആ കുട്ടി ഒരു പക്ഷേ മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല. അവൻ്റെ ആകെ ലക്ഷ്യം ആ സമയത്ത് ആ ചെരുപ്പ് തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അവൻ്റെ ജീവൻ തന്നെ നഷ്ടമായിരിക്കുന്നു. കൂടെയുള്ള കുട്ടികൾ പോലും അത് കണ്ട് അമ്പരന്നു എന്നുള്ളതാണ് ഈ കൂടെയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളുമായി ഞാൻ അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. അവരെല്ലാം തന്നെ പറയുന്നത്, കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. സ്കൂൾ സമയം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് വിദ്യാർത്ഥികൾ അവിടേക്ക് എത്തുന്നു. അവിടെ അതിനു മുമ്പ് കളിക്കുന്നതിനിടയിലാണ് അബദ്ധത്തിൽ ചെരുപ്പ് മുകളിലേക്ക് വീഴുന്നത്. ആ ചെരുപ്പ് എടുക്കാനാണ് മിഥുൻ മുകളിലേക്ക് ആ ഷീറ്റിട്ട ആ ഭാഗത്തേക്ക് എത്തുന്നത്. പ്രേക്ഷകർ കാണുന്നത് മിഥുൻ എന്ന് പറയുന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ചിത്രമാണ്, സങ്കട ചിത്രമാണ്. കാണുമ്പോൾ തന്നെ വിഷമമുണ്ടാവും, ശരിക്കും വിഷമമുണ്ട് അത് കാണുമ്പോൾ തന്നെ. ഒരു നിഷ്കളങ്കനായ കുട്ടി, ജീവിച്ചു തുടങ്ങുന്ന കുട്ടിയാണ്. സ്കൂളിൽ രാവിലെ കൂട്ടുകാരെല്ലാം അവിടെ കളിക്കാൻ വേണ്ടി വന്നതാണ്. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പാവം ചെരുപ്പ് അതിൻ്റെ മുകളിൽ ആ കാണുന്ന ടാർപ്പ അല്ല, ആ കാണുന്ന ഷീറ്റിട്ട, എനിക്കൊന്നും വണ്ടിയൊക്കെ വെക്കാനുള്ള ഇതാണെന്ന് തോന്നുന്നു, ഷെഡാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ വൈദ്യുതി ലൈൻ്റെ താഴെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന ചട്ടമൊക്കെ ഉണ്ട്, പോട്ടെ, അത് പറയേണ്ട സമയമല്ലോ. അതിൻ്റെ മുകളിലേക്ക് ചെരുപ്പ് വീണപ്പോഴത്തേക്ക് കുഞ്ഞ് അത് എടുക്കാൻ വേണ്ടി കയറുമ്പോൾ തന്നെ അത് ഉറപ്പായി അറിയാം. ഇപ്പോൾ ഒരുപക്ഷെ അവനെ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെന്നുണ്ടെങ്കിൽ തട്ടില്ല എന്ന പ്രതീക്ഷയിലെന്തോ പാവം കയറിയതാണ്. അത് ഈ പറയുന്ന ഊഞ്ഞാല് പോലെ ഞാന്ന് കിടക്കുന്ന ഈ ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് മരിച്ചത്. അത് ഒരർത്ഥത്തിൽ കൊലപാതകം എന്ന് തന്നെ പറയണം, അനാസ്ഥയുടെ കൊലപാതകം.